إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله كافة للناس بشيرا ونذيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم يا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന ഏറ്റവും ആദരണീയരായ മുഅ്മിനീങ്ങളും മുഅ്മിനത്തുകളുമായ സഹോദരി സഹോദരന്മാരോടും ഞാൻ ആദ്യമായി എന്നോടും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് അവൻ ഇഷ്ടപ്പെടുന്ന ജീവിതം നയിക്കുക എന്നുള്ളതാണ് തഖ്വയുടെ നിർവചനം. സഹോദരന്മാരെ, യഥാർത്ഥത്തിൽ വലിയ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. കോടാനക്കോടി വരുന്ന സൃഷ്ടികൾക്കിടയിൽ, അള്ളാഹുവിൻ്റെ എണ്ണമറ്റ പടപ്പുകൾക്കിടയിൽ മനുഷ്യനാവുക എന്നൊരു യാഥാർത്ഥ്യം, അതിനുശേഷം ഏതൊരു മനുഷ്യനെ കൊണ്ടാണോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ നിലനിൽപ്പിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കാരണമാക്കിയിട്ടുള്ളത്, അങ്ങനെയുള്ള കുറച്ചാളുകളായി നമ്മൾ മാറിയിരിക്കുക, അത് വലിയ ഭാഗ്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ സൃഷ്ടിച്ചത്, ഈ ലോകത്തെ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുന്ന ഒരു വർഗം, ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിത്തീരണം. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ. അങ്ങനെയുള്ള ആൾക്കാരോട് അള്ളാഹു പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് മുഴുവൻ സൃഷ്ടിപ്പും. ലോകത്ത് നിങ്ങൾ കാണുന്ന സൃഷ്ടികൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നിങ്ങൾ കാണാത്ത സൃഷ്ടികൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ശേഷം അള്ളാഹു മനുഷ്യനോട് പറയുന്നുണ്ട്, എന്നാൽ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിയും മനുഷ്യനാകുന്ന രണ്ട് കാലുള്ള അല്പം മാത്രം ആവശ്യങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ അല്പം മാത്രം സ്ഥലത്ത് ജീവിക്കാൻ ഉതകുന്ന രീതിയിൽ അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ബൃഹത്തായ ഭൂമിയും താരതമ്യമായ നീലാകാശവും തിരതല്ലുന്ന സമുദ്രവും ഒക്കെ അള്ളാഹു സൃഷ്ടിച്ചതെങ്കിൽ, മനുഷ്യ, നിന്നെ സൃഷ്ടിച്ചത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് അള്ളാഹുവിനെ അറിയാതെ പോവുക, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അറിവിൽ നിന്നും മനുഷ്യനെ തടസ്സപ്പെടുത്തുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ദഅവത്ത് മനുഷ്യൻ എത്താതിരിക്കുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം വലിയ കാരണമാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ എന്തും കണ്ട് നീ എന്നെ അനുസരിച്ചില്ല എന്ന് പറഞ്ഞാൽ നിന്നെ കുറിച്ച് എന്നെ അടുക്കൽ പറയാൻ ആരും വന്നിട്ടില്ല. എന്നാൽ ആ കാര്യത്തിൽ നിന്നും, ആ കാരണത്തിൽ നിന്നും മനുഷ്യനെ മുക്തമാക്കണം. അതിനു വേണ്ടിയിട്ടാണ്
നാളെ അള്ളാഹു എന്തുകൊണ്ട് നീ എന്നെ അനുസരിച്ചില്ല, എന്റെ തൗഹീദിനെ, എന്റെ ഏകത്വത്തെ നീ എന്തുകൊണ്ട് അംഗീകരിച്ചില്ല? അപ്പോൾ എന്റെ അടുക്കലേക്ക് നിന്റെ ദഅവത്തുമായി ഒരാളും വന്നിട്ടില്ല എന്നൊരു കാര്യത്തിൽ നിന്നും, അല്ലെങ്കിൽ എന്നൊരു കാരണം പറയുന്നതിൽ നിന്നും മനുഷ്യരെല്ലാവരെയും മുക്തമാക്കണം. അതിനു മുമ്പ് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല റൂഹുകളുടെ ലോകത്ത് വെച്ച് അള്ളാഹു എടുത്തൊരു തീരുമാനമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ റൂഹുകളെയും ഒരുമിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ്? അവിടെ എല്ലാവരുടെയും റൂഹ് ഒന്നായിരുന്നു. നമ്മുടെ മാതാപിതാക്കളുടെ റൂഹ്, നമ്മുടെ റൂഹ്, എല്ലാ റൂഹുകളും ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാനം, ലോകത്തിന്റെ അവസാനം സംഭവിക്കുന്ന അന്ന് ജനിക്കുന്ന ഒരു കുഞ്ഞുവരെ, അല്ലെങ്കിൽ ഏറ്റവും അവസാനമായി ജീവൻ ലഭിക്കുന്ന ഒരു കുഞ്ഞുവരെ, എങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ടോ അവരുടെയൊക്കെ റൂഹ് അള്ളാഹുവിന്റെ സന്നിധിയിൽ ഹാജരായിരുന്നു. ആ സമയത്താണ് അള്ളാഹു ചോദിച്ചത്, അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ്? ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ്? കാരണം നാളെ നീ വന്നിട്ട് പറയാൻ പാടില്ല, വ്യക്തമായ പ്രബോധനം എനിക്ക് ലഭിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നെ മനസ്സിലാക്കാത്തത്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ബലാ ഷഹിദിന, അതേ നമ്മൾ സാക്ഷ്യം വഹിക്കും. ഇന്നേ ദിവസം ഖുതുബയിൽ അത് പറയാൻ കാരണം, നമ്മൾ കഴിഞ്ഞു പോകുന്ന ദിവസങ്ങളുമായി, നമ്മുടെ ഈ മാസത്തിലെ അമലുമായി ഇതിന് വലിയ ബന്ധമുണ്ട്. കാരണം ആ റൂഹുകളോട്, ആത്മാക്കളോട് അള്ളാഹു സംവദിച്ച ഭൂമി എന്നുള്ളത് അറഫയിലെ ഭൂമിയാണ്. അറഫയിലെ ഭൂമിയിൽ വെച്ചായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല ആത്മാക്കളോട് സംവദിച്ചത്. ഇതിനെക്കുറിച്ച് വ്യക്തമായ ഹദീസുകളും, യൗമുൽ മശ്ഹൂദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സാക്ഷ്യങ്ങൾ, അതായത് നിങ്ങൾ പറഞ്ഞില്ലേ എല്ലാവരും ഒരേ സ്വരത്തിൽ, നീയാണ് നമ്മുടെ റബ്ബ്. ബാഹ്യമായ ലോകത്ത് പ്രത്യക്ഷമായ കാരണങ്ങൾ പലതും നമുക്ക് കണ്ടു കഴിഞ്ഞാലും എന്റെ റബ്ബ്, അല്ലെങ്കിൽ എന്റെ പരിപാലനം നീ ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന് നമ്മൾ ഒരേ സ്വരത്തിൽ പറഞ്ഞ ആ ഭൂമിയെ കുറിച്ച് യൗമുൽ മശ്ഹൂദ്, യൗമ അറഫ, ആ സാക്ഷ്യം വഹിക്കപ്പെട്ട ആ ദിവസം, അത് യൗമ അറഫയാണ്, വരാൻ പോകുന്ന ദിവസമാണ്. ദുൽഹജ്ജ് 9 അന്ന് യൗമ അറഫ, അതാണ് ആ ഭൂമിയെ കുറിച്ച് പറഞ്ഞു. അഖദല്ലാഹുൽ മീസാഖ മിൻ ളഹ്രി ആദം ബിനിഅമാൻ യഅനി അറഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം സന്തതികളിൽ നിന്നും കരാറെടുത്ത ദിവസം, അതായത് ആദം സന്തതികളുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവദിച്ച ദിവസം, അത് ആ സ്ഥലം ബിനിഅമാൻ, നഅമാൻ എന്ന സ്ഥലത്ത് വെച്ചാണ്, അതായത് അറഫയിൽ വെച്ചാണ്. അവിടെ എല്ലാവരും ഒരുമിച്ച് കൂടി അല്ലാഹുവിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ ആദം അലൈഹിസ്സലാമിന്റെ മുമ്പിൽ ഉറുമ്പിനെ പോലെ അവരെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരുമിച്ച് കൂട്ടി. തുമ്മ കല്ലമഹും ഖബലതൻ, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിച്ചു, അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ്? ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമെ തൊട്ട് നിവേദനം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന, അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസ്. ഈ ഹദീസിൽ പറയുകയാണ്, അങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് എവിടെയാണ് ഒരുമിച്ച് കൂടിയത്? അറഫയിലാണ് ഒരുമിച്ച് കൂട്ടിയത്. അതായത് നാളെ അല്ലെങ്കിൽ മറ്റന്നാ അവിടെ ഒരുമിച്ച് കൂടും ഹജ്ജാജ്മാർ, അള്ളാഹുവിന്റെ പ്രതിനിധി സംഘങ്ങളായി നമ്മൾ അയച്ച, അല്ലെങ്കിൽ അള്ളാഹു തെരഞ്ഞെടുത്ത് അവിടത്തേക്ക് കൊണ്ടുപോയ ഹജ്ജാജ്മാരും ഉമ്മാറുമാരും നാളെ അവിടെ ഒരുമിച്ച് കൂടും. അങ്ങനെയുള്ള ആ ഭൂമിയിൽ വെച്ചാണ് അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടിയത്. പിന്നീട് അള്ളാഹു നമ്മളോട് ചോദിച്ചു, അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ്? അവിടെ ഇന്ന് അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരുമുണ്ട്, അള്ളാഹുവിനെ അംഗീകരിക്കാത്തവരുമുണ്ട്, അള്ളാഹു ഇല്ല എന്ന് പറയുന്നവരുമുണ്ട്, ബഹുദൈവ വിശ്വാസികളുമുണ്ട്, അള്ളാഹുവിന് പകരം ആൾക്കാരെ പ്രണാമിച്ചവരുമുണ്ട്. ആരൊക്കെയുണ്ടോ ലോകത്ത് ആദം അലൈഹിസ്സലാം മുതൽ അവസാനമായി ജനിക്കുന്ന എല്ലാ റൂഹിനെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി ചോദിച്ച ചോദ്യമാണ്, അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ്? എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ്, ബലാ ഷഹിദിന, തീർച്ചയായും നീ തന്നെയാണ് നമ്മുടെ രക്ഷിതാവ്, ഞങ്ങൾ അതിനൊക്കെ സാക്ഷ്യം വഹിക്കുന്നു. ഈ ചോദ്യം ചോദിച്ചത് യൗമുൽ മശ്ഹൂദ്, അതായത് ഈ മശ്ഹൂദ് സാക്ഷ്യം വഹിക്കപ്പെട്ട, കരാറെടുക്കപ്പെട്ട ആ ദിവസം എന്നുള്ളത് യൗമു അറഫ, അറഫയുടെ ദിവസമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അറഫയാണ്. അൽ ഹജ്ജ് അറഫ, ഹജ്ജ് എന്ന് വെച്ചാൽ അറഫയാണ്. സഹോദരന്മാരെ, ലോകത്തിന്റെ നാനാദിക്കിൽ നിന്നുള്ള ഹാജിമാര് അന്നേ ദിവസം അറഫയിൽ ഒരുമിച്ച് കൂടും.
അറഫയിൽ അവിടെ ഒരുമിച്ച് കൂടും. അറഫയില്ലാത്ത ആൾക്ക് ഹജ്ജില്ല. അറഫയുടെ ദിവസം ലഭിക്കാത്ത ആൾക്ക് അല്ലെങ്കിൽ ആ അമൽ ലഭിക്കാത്ത ആൾക്ക് ഹജ്ജില്ല. അത്രയും ശ്രേഷ്ഠമാക്കപ്പെട്ട അമലാണ് യഥാർത്ഥത്തിൽ സഹോദരന്മാരെ തൗഹീദിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി, ഞാനും എനിക്ക് മുമ്പുള്ളവരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാചകം എന്നുള്ളത്. ഒരുപാട് വാചകങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തൗഹീദിന്റെ വാചകങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തസ്ബീഹുകൾ പറഞ്ഞിട്ടുണ്ട്, തഹ്മീദുകൾ പറഞ്ഞിട്ടുണ്ട്, തഹ്ലീലുകൾ പറഞ്ഞിട്ടുണ്ട്, വ്യത്യസ്തമായ രീതിയിൽ അള്ളാഹുവിന്റെ ഖുദ്റത്തുകളെ നിർവചിക്കുന്ന വാചകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ വെച്ചെല്ലാം ഏറ്റവും ശ്രേഷ്ഠമായ വാചകം എന്നുള്ളത് എന്താണ്? ആ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാചകം എന്നുള്ളത് സഹോദരന്മാരെ തൗഹീദിന്റെ പൂർണ്ണമായ ഒരു കലിമത്താണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതൊരു ആരാധനയില്ല. വഹ്ദ, അവൻ ഏകനാണ് അവൻ. നമുക്കിന്ന് പലപ്പോഴും സംഭവിച്ചു പോയത് അള്ളാഹുവിനോടൊപ്പം സമന്മാരെ അല്ലെങ്കിൽ അള്ളാഹുവിനോടൊപ്പം പല കാര്യങ്ങളിലും നമ്മൾ വായ കൊണ്ട് പറയുന്നില്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെയോ വസ്തുക്കൾ അല്ലെങ്കിൽ എന്തൊക്കെയോ വ്യക്തികൾ അല്ലെങ്കിൽ ഏതൊക്കെയോ എവിടങ്ങളിലോ സ്ഥിതി ചെയ്യുന്ന പല ആൾക്കാരും നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ കയറിക്കൂടി എന്നുള്ളതാണ്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതൊരു ആരാധനില്ല. ലാ ഇലാഹ തൗഹീദിന്റെ വചനത്തിലെ ആദ്യത്തെ വചനം ലാ എന്നുള്ളതാണ്. അതായത് സർവ്വതിനെയും നിഷേധിക്കലാണ്. ലാ ഇലാഹ ലാ ഖാലിക ലാ മാലിക ലാ റാസിക, ഒന്നുമില്ല, ഒരു വസ്തുവുമില്ല, എല്ലാത്തിനെയും നിഷേധിച്ചു. ശേഷം ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ സ്ഥാപിക്കലാണ്. ആ സ്ഥാപിക്കലിനു ശേഷവും അടുത്ത വചനം കൊണ്ടുവരികയാണ് വഹ്ദ. സ്ഥാപിച്ചാൽ മാത്രം പോരാ, വഹ്ദ, അവന് മാത്രമാണ്. പല ആൾക്കാർക്കും, മക്ക മുശ്രിക്കുകൾ അടക്കമുള്ള പല ആൾക്കാർക്കും പ്രശ്നം അവിടെയായിരുന്നു. ഇന്നും നമ്മൾ ആ പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈമാനെ തന്നെ വിലയിരുത്തണം. എന്താ, ഞാൻ പൂർണ്ണമായിട്ട് മുഅ്മിനായിട്ടുണ്ടോ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അള്ളാഹുവിനോടും ധിക്കാരം പ്രവർത്തിക്കുന്ന ആ വഹ്ദയുടെ ഗണത്തിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുകയാണോ? വഹ്ദ എന്നിടത്ത് നമുക്ക് സംശയമുണ്ടോ? സോനന്മാരെ, വഹ്ദ, അള്ളാഹു മാത്രമാണ്. ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ ആധിപത്യവും എല്ലാവിധ ഹംദുകളും അവന് തന്നെയാകുന്നു. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷ്പ്രയാസം കഴിവുള്ളവനാകുന്നു. അതുകൊണ്ട് ഈ തൗഹീദിനെ അല്ലെങ്കിൽ ഈ അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ, അള്ളാഹുവിന്റെ ഉലൂഹിയത്തിനെ അംഗീകരിക്കുന്നതും അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മുടെ സമയങ്ങളും ചെലവഴിക്കുന്നതായിരിക്കണം ഈ അറഫയുടെ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ദുൽഹജ്ജിന്റെ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ അമൽ. തൗഹീദിനെ അങ്ങ് സ്ഥാപിക്കണം, അതിനു വേണ്ടിയുള്ളതായിരിക്കണം ഇതിന്റെ പകലുകളും രാത്രികളും. സഹോദരന്മാരെ, ഇങ്ങനെയുള്ള ഏറ്റവും നല്ല സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മയമാക്കി തരും. നല്ല കാര്യങ്ങൾ കേൾക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല താല്പര്യമിട്ട് തരും, തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ താല്പര്യമിട്ട് തരും. പക്ഷെ അപ്പോഴും രണ്ട് കാര്യങ്ങളുണ്ട്. ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ ഇന്ന ശൈത്താന ലക്കും അദുവ്വും മുബീൻ. രണ്ട് കാര്യങ്ങളുണ്ട്. തീർച്ചയായും നമ്മുടെ നഫ്സ്, ശരീരം, ആ ദേഹേച്ഛകൾ കൊണ്ട് മൂടപ്പെട്ടതാണ്. അത് തിന്മയിലേക്ക് ചാഞ്ഞുകൊണ്ടേയിരിക്കും, തിന്മ കൊണ്ട് കൽപ്പിച്ചുകൊണ്ടേയിരിക്കും. നീ ഇന്ന് കേട്ടാൽ, നീ ഇന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നീ ഇന്ന് അംഗീകരിച്ചാൽ നിനക്ക് വലിയ നഷ്ടം വരും, അല്ലെങ്കിൽ നിനക്ക് ഇന്ന് സുഖം ലഭിക്കത്തില്ല. ദുനിയാവിന്റെ താൽക്കാലികമായ ലാഭം മുന്നിൽ കാണിച്ചുകൊണ്ട് സഹോദരന്മാർ നഫ്സ് തടയും, ശൈത്താനും തടഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ സമയത്ത് അവരെ തോൽപ്പിച്ചുകൊണ്ട് നമ്മുടെ തൗഹീദിനെ ആട്ടിയുറപ്പിക്കും, അല്ലെങ്കിൽ അതിൽ യാതൊരു കളങ്കവും ഇല്ലാതെ തൗഹീദ് സ്ഥാപിക്കാൻ നമ്മുടെ ഈ ദിവസങ്ങൾ ഉപയോഗിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അറഫ ദിവസത്തിന്റെ ശ്രേഷ്ഠത. ആ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന അത്രയും ആൾക്കാരെ വേറൊരു ദിവസവും മോചിപ്പിക്കുന്നില്ല. വേറൊരു സംഭവം പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം, യഹൂദി വന്നിട്ട് പറയുന്ന സംഭവം കഴിഞ്ഞ ആഴ്ചകൾ കഴിഞ്ഞു പോയതാണ്.
അതുകൊണ്ട് നമ്മൾക്ക് എന്താണ് ഇപ്പോൾ ചെയ്യേണ്ട അമൽ? അറഫയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജാജിമാർക്ക്, ഹാജിമാർക്ക് 2 ഫളായിലുകൾ, ശ്രേഷ്ഠതകൾ ലഭിക്കുന്നുണ്ട്. അതായത് പറഞ്ഞു യൗമുൽ മഷ്ഹൂദ്. യൗമുൽ മഷ്ഹൂദ് എന്ന് വെച്ചാൽ യൗമ അറഫ, അറഫ ദിവസമാണ് എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യമെടുത്ത ദിവസം. അപ്പോൾ അവർക്ക് ആ ദിവസത്തിന്റെ ശ്രേഷ്ഠത ലഭിക്കുന്നുണ്ട്. രണ്ടാമതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ഭൂമിയിൽ വെച്ചാണ് അവർ ഒരുമിച്ച് കൂട്ടിയത്. അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഏത് ഭൂമിയിൽ വെച്ചാണ് റൂഹുകൾ ഒരുമിച്ച് കൂട്ടിയത്? അറഫയുടെ ആ ഭൂമിയിൽ വെച്ചാണ് ഒരുമിച്ച് കൂട്ടിയത്. അപ്പോൾ ഹാജിമാർക്ക്, ഹജ്ജ് ചെയ്യുന്ന ആൾക്കാർക്ക് 2 ഫളായിലുകൾ ലഭിക്കുന്നുണ്ട്. ആ ഭൂമിയുടെയും ശ്രേഷ്ഠത ലഭിക്കുന്നുണ്ട്, ആ ദിവസത്തിന്റെ ശ്രേഷ്ഠതയും ലഭിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ആ ദിവസത്തിന്റെ ശ്രേഷ്ഠത മാത്രമാണ് ലഭിക്കുന്നത്. എന്നാൽ അതും വലിയൊരു ഭാഗ്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ആ ദിവസത്തിലെ നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 വർഷത്തെ, വരാനിരിക്കുന്ന ഒരു വർഷത്തെയും കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും ചെറുപാപങ്ങൾ ആ നോമ്പിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതാണ്. എന്നാൽ വൻപാപങ്ങളെ കുറിച്ച് മുഹദ്ദിസീങ്ങൾ ചർച്ച ചെയ്തത്, ഒരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ നോമ്പ് നോക്കുന്നതെങ്കിൽ, എല്ലാവരും നോമ്പ് നോക്കുന്നു അതുകൊണ്ട് നോമ്പ് നോക്കാം എന്നതിലുപരി അല്ലാഹു എന്റെ തിന്മകളൊക്കെ ഇതിലൂടെ പുറത്തു തരണം, ഞാൻ ഈ നോമ്പ് വെക്കുന്നതിലൂടെ തിന്മയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു കഴിവ്, ഒരു ഈമാനിയായ ഖുവ്വത്ത് ഞാൻ ഉണ്ടാക്കി തീർക്കണം എന്ന നിയത്തോടു കൂടി നമ്മൾ നോമ്പ് വെക്കുകയാണെങ്കിൽ മുഹദ്ദിസീങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പാവങ്ങളിൽ നിന്ന് അവന് വലിയ ഇളവുകൾ നൽകിയേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷേ ഗഫൂറാണ്, റഹീമാണ്, എല്ലാം പുറത്തു കൊടുത്തേക്കാം. ഒരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നും പ്രത്യേകമായ ഇളവുകൾ ഈ നോമ്പ് കാരണം നൽകിയേക്കാം. അതുകൊണ്ട് ആ ദിവസത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലായി. എന്നാൽ നമുക്ക് നാട്ടിൽ ചെയ്യാനുള്ള അമൽ എന്താണ്? നോമ്പ് കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഏറ്റവും വലിയ അമലാണ് ഉൽഹിയ്യത്തിന്റെ അമൽ. ഹജ്ജ് പെരുന്നാളിന്റെ ദിവസങ്ങളിൽ, ബലി പെരുന്നാളിന്റെ ദിവസങ്ങൾ, ഈ പെരുന്നാളിനെ അറിയപ്പെടുന്നത് തന്നെ ബലി പെരുന്നാൾ എന്ന്, ഈദുൽ അൽഹ. യഥാർത്ഥത്തിൽ അൽഹ, ഉൽഹിയ്യത്ത് എന്ന് വെച്ചാൽ എന്താണ്? ഉൽഹിയ്യത്ത് വെച്ചാൽ എന്താണ്? അതിനെക്കുറിച്ചുള്ള, ഉൽഹിയ്യത്തിന്റെ അർത്ഥത്തെ കുറിച്ചുള്ള, എന്താണ് ഉൽഹിയ്യത്ത് എന്ന് പറയാൻ കാരണം എന്നുള്ള ചർച്ചകൾ വരുന്നുണ്ട്. അതിനു മുമ്പ് ഇതിന്റെ ഉൽഹിയ്യത്തുമായി ബന്ധപ്പെട്ട ഒരു ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഏറ്റവും അത്യാവശ്യമായ ഹദീസുകളിൽ നിന്ന്, അല്ലെങ്കിൽ സഹീഹായ ഹദീസുകളിൽ നിന്നും ഖുർആനിൽ നിന്നും എടുത്തതായ കാര്യങ്ങൾ അത് മാത്രമാണ് പറയുന്നത്. ആയത്തുകളും ഹദീസുകളും ഉദ്ധരിക്കാത്തത് സമയദൈർഘ്യം ഭയന്നുകൊണ്ടാണ്. കാരണം നമുക്ക് കുറച്ച് സമയമാണുള്ളത്. അതിനു മുമ്പ് ഉൽഹിയ്യത്തിന്റെ പൂർണ്ണമായ മസലകൾ, എപ്രകാരമാണ് ഉൽഹിയ്യത്ത് ചെയ്യേണ്ടത്, എന്താണ് ഉൽഹിയ്യത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ഉൽഹിയ്യത്തിന്റെ, അല്ലെങ്കിൽ ഉൽഹിയ്യത്തിന്റെ മൃഗങ്ങളുടെ സിഫത്ത് എന്തൊക്കെ എന്നാണ് നമുക്ക് പറഞ്ഞു പൂർത്തീകരിക്കേണ്ടതുണ്ട്. ആദ്യമായി ഉൽഹിയ്യത്തിന്റെ സമയം എന്നുള്ളത് ബലി പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ്. ബലി പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ്. അതിനുശേഷമാണ് ഉൽഹിയ്യത്തിന്റെ സമയം ആരംഭിക്കുന്നത്. ശേഷം ഉൽഹിയ്യത്തിന്റെ സമയം അയ്യാമു തശ്രീഖിന്റെ 3 ദിവസവും, പെരുന്നാൾ ദിവസം ബലി പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് ആ ഉൽഹിയ്യത്തിന്റെ സമയം ആരംഭിക്കും. ഏതുവരെ അത് നിലനിൽക്കും? അയ്യാമു തശ്രീഖിന്റെ അവസാനത്തെ ദിവസം, 3-ാമത്തെ ദിവസം, പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം 3-ാമത്തെ ദിവസം മഗ്രിബോട് കൂടി അതിന്റെ സമയം അവസാനിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായത് ആ വാക്കിൽ തന്നെയുണ്ട്, ഉൽഹിയ്യത്ത് അറക്കുക എന്ന് പറയാൻ കാരണം തന്നെ ചില ആൾക്കാർ, ഭാഷാ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അത് ലുഹയുടെ സമയത്ത് അറക്കുന്ന അമലായത് കൊണ്ടാണ് അതിന് ഉൽഹിയ്യത്ത് എന്ന് പറഞ്ഞത്. ലുഹയുടെ സമയത്ത് അറക്കുന്നത് കൊണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബലി പെരുന്നാൾ ദിവസം വിശന്നവനായ, അതായത് വയറൊട്ടി അല്ലെങ്കിൽ ഒന്നും ഭക്ഷിക്കാതെയാണ് പള്ളിയിലേക്ക് പോയത്. ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചിരുന്ന ഭക്ഷണം എന്നുള്ളത് പെരുന്നാൾ നമസ്കരിച്ച് അറ വറുത്തതിന് ശേഷം അതിൽ നിന്ന് വേവിച്ച് ഇറച്ചിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചിരുന്നത്. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ സമയം ആ ദിവസം ളുഹറിന് മുമ്പ് ചെയ്യലാണ്. ബലി പെരുന്നാളിന്റെ ദിവസം ളുഹറിന് മുമ്പ് ചെയ്യലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ശേഷം പിന്നീട് അതിനുശേഷമുള്ള ദിവസങ്ങൾ ഓരോ ദിവസവും ശ്രേഷ്ഠത കുറഞ്ഞുകൊണ്ടേ പോകും. എന്നാൽ സമയം കഴിഞ്ഞുപോയി, ഒരാൾ അയ്യാമു തശ്രീഖിന്റെ ദിവസവും കഴിഞ്ഞിട്ടാണ് ഈ അമൽ ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് സാധാരണ സ്വതക്കയുടെ പ്രതിഫലം ലഭിക്കും, അയാൾക്ക് ഉൽഹിയ്യത്തിന്റെ പ്രതിഫലം ലഭിക്കുന്നതല്ല. എന്താണ് ഈ ഉൽഹിയ്യത്തിന്റെ, അല്ലെങ്കിൽ ഈ ബലിയുടെ എന്താണ് അതിന്റെ ഹുക്ം? എന്താണ്? ഫർളാണോ, വാജിബാണോ, അല്ലെങ്കിൽ സുന്നത്താണോ, എന്താണ്? ഒരു ചില മുഹദ്ദിസീങ്ങൾ പറയുന്നുണ്ട് അത് വാജിബാണ്.
അത് വാജിബിന്റെ ഗണത്തിൽപ്പെടും. എന്നാൽ ജുംഹൂർ പറയുന്നത് സുന്നത്തെ മുഅക്കദാണ്, മുഅക്കദായ സുന്നത്താണ്, അതിൽ വുജൂബില്ല. എന്നാൽ ഒരു ചിലർ ഈ സുന്നത്തെ മുഅക്കദിന്റെ കൂട്ടത്തിൽ ഇത്രയും കൂടി കൂട്ടി പറഞ്ഞു. എന്നാൽ ഒരു നാട്ടിലെ ചെറിയ വുജൂബ് അതിലുള്ള കാരണത്താൽ ഒരു നാട്ടിൽ മൊത്തം ആൾക്കാരുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ കൽപ്പിച്ച കാര്യവുമായതിനാൽ ഒരു നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ആ ആൾക്കാരുള്ളതിനോടൊപ്പം അവിടെ ഈ കാര്യം ചെയ്യുന്നില്ലെങ്കിൽ, ഈ അമൽ ചെയ്യുന്നില്ലെങ്കിൽ, അവിടെ അതിന് കഴിവുള്ള ആൾക്കാരുള്ളതിനോടൊപ്പം ഈ അമൽ ചെയ്യുന്നില്ലെങ്കിൽ ഒരു പക്ഷേ നാട്ടിലെ മൊത്തം ആൾക്കാരും കുറ്റക്കാരായി തീരാം. എന്നാൽ ഏറ്റവും ജുംഹൂറിന്റെ അടുക്കൽ ഏറ്റവും അവരെ കാണുന്നത് സുന്നത്തെ മുഅക്കദായിട്ടാണ്. ഇതിൽ കൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുവിന്റെ കൽപ്പന പൂർത്തിയാക്കലാണ്. ഒരു മുഅ്മിനി എന്ന നിലക്ക് നമുക്ക് അള്ളാഹുവിന്റെ കൽപ്പന പൂർത്തിയാക്കുന്നിടത്ത് അതിന്റെ ലാഭമോ നഷ്ടമോ നോക്കേണ്ട ആവശ്യമില്ല. ആൾക്കാർ പറയും 5 ലക്ഷം ചെലവാക്കി, 6 ലക്ഷം ചെലവാക്കി, എന്തിനാണ് ഹജ്ജിന് പോകുന്നത്, ഉംറക്ക് പോകുന്നത്? അങ്ങനെയുള്ള ആൾക്കാരുടെ ചോദ്യങ്ങൾ ഉണ്ടാകും. പക്ഷേ മുഅ്മിനിനെ എപ്പോഴും ഏറ്റവും വലുത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അതിനേക്കാൾ വലിയ വലുതായ ഒരു കാര്യമില്ല. അള്ളാഹുവിന്റെ കൽപ്പന പൂർത്തിയാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ നടപ്പിലാക്കുക, ഇതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തേത് മാഷാ അല്ലാഹ് ആ ഇബ്രാഹിമി മില്ലത്തിന്റെ ഏറ്റവും വലിയ സ്മരണയാണ്. ഒരു ഉമ്മ, ഒരു ഉപ്പ, ഒരു കുടുംബം അള്ളാഹുവിനെ അനുസരിക്കാൻ തയ്യാറായപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിൽ ചെയ്ത വിശാലത, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിലൂടെ ഇന്നും ലോകത്തിൽ നിലനിർത്തുന്ന അമലുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നും അവരെ സ്മരിക്കുന്നതിന് വേണ്ടി ഹുജ്ജാജ്മാർ മാത്രമല്ല, ഹജ്ജിന് അവരുടെ ചെല്ലുന്നവർ മാത്രം അവരെ സ്മരിച്ചാൽ പോരാ, ലോകത്തിന്റെ മുക്കിലും മൂലയിലും ഇബ്രാഹിമിനെ കുറിച്ചും അവരുടെ ഭാര്യമാരെ കുറിച്ചും അവരുടെ മക്കളെ കുറിച്ചും ചർച്ച ചെയ്യപ്പെടണം. അതിനു വേണ്ടിയാണ് ഈ അമൽ നിശ്ചയിക്കപ്പെട്ടത്. സഹോദരന്മാർ, എത്ര വലിയ ചരിത്രമാണ്! ഒരു മകനെ കുളിപ്പിച്ച് അണിഞ്ഞൊരുക്കി തയ്യാറാക്കി വിടുകയാണ്. എന്തിനു വേണ്ടി? വർഷങ്ങൾക്ക് ശേഷം ഒരു പിതാവ് വന്ന് ആവശ്യപ്പെടുകയാണ് ഭാര്യയോട്, ഇന്ന മകനെ കൽപ്പിക്കുവാൻ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളൊരു കൽപ്പനയുണ്ട്. സഹോദരന്മാരെ, എല്ലാവരും തകർന്നു പോകുന്ന നിമിഷം ഇബ്രാഹിം അലൈഹിസ്സലാമും പ്രിയ പത്നിയും അന്ന് പറഞ്ഞൊരു വാചകമുണ്ട്. മുഹദ്ദിഥീങ്ങളൊക്കെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മക്കളോട് എനിക്കിഷ്ടമുണ്ട്, മക്കളോട് സ്നേഹിച്ചാൽ തീരാതത്ര സ്നേഹവും അവരോടുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷം കിട്ടിയതാണ്. പക്ഷേ അല്ലാഹുവേ, നിന്റെ കൽപ്പനയേക്കാൾ വലിയ സ്നേഹം, അല്ലെങ്കിൽ നിന്നോടുള്ളതിനേക്കാൾ സ്നേഹം നമുക്കൊരു വസ്തുവിനോടുമില്ല. ആ ഒരു ഷഹാദത്താണ്, ആ ഒരു സാക്ഷ്യമാണ് സഹോദരമായി നമ്മൾ കണ്ടത്. അതിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ് ഓരോ ഉൽഹിയത്തും, നമ്മൾ ഇറക്കുന്ന ഓരോ ഉൽഹിയത്തും. അതുകൊണ്ട് ഇതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കണം. ഏത് രീതിയിൽ മനസ്സിലാക്കണം? നമ്മൾ പലപ്പോഴും ഈ അമൽ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഒരുപക്ഷെ ഒരുപാട് ആൾക്കാർ, പല രീതിയിലുള്ള ക്രമീകരണം ഇന്ന് ആൾക്കാർ ചെയ്തിട്ടുണ്ട്, തർത്തീബുകൾ ചെയ്തിട്ടുണ്ട്. ചെറിയ പൈസ കൊടുത്ത് ആ വ്യത്യസ്തമായ നാടുകളിലേക്ക്, പാവങ്ങളിലേക്ക് എത്തിക്കാം. അതൊക്കെ വളരെ നല്ലതാണ്, മാഷാ അല്ലാഹ്. അതിന്റെ മനോഹരതയിൽ അത് പൂർത്തീകരിച്ചു പോകട്ടെ. അത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, അർഹരിലേക്ക് എത്തുകയാണെങ്കിൽ ഏറ്റവും നല്ലത് തന്നെയാണ്. പക്ഷേ ഇതിന്റെ ഏറ്റവും നല്ല രീതി എന്നുള്ളത്, ഒരു പോത്തിനെ അല്ലെങ്കിൽ ഒരു ബലിമൃഗത്തെ നമ്മൾ വാങ്ങി അതിനോട് നമ്മൾ ഇടങ്ങിച്ചേർന്ന് അതിന് നമ്മൾ സ്നേഹം കൊടുത്ത്, സഹോദരന്മാർ, അതിന് ഏറ്റവും നല്ല ഭക്ഷണം കൊടുത്ത്, അതിന് ഏറ്റവും മുന്തിയ രീതിയായിരിക്കണം. വാങ്ങിക്കുമ്പോൾ തന്നെ ഏറ്റവും നല്ലതിനെ വാങ്ങിച്ച് അതുമായി കൂടിക്കലർന്ന് അതിനൊരുപാട് സ്നേഹം കൊടുത്ത്, നമ്മുടെ സമയം കൊടുത്ത് അതിന്റെ പിന്നാലെ കൂടി അവസാനം നമ്മൾ കറുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമുണ്ട്, അത് നമ്മൾ അനുഭവിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഈ ആയത്തിന്റെ കീഴിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതായത് അല്ലാഹുവിന്റെ അടയാളങ്ങളെ ബഹുമാനിക്കൽ ഹൃദയത്തിന്റെ തഖ്വയിൽപ്പെട്ടതാണ്. ഹൃദയത്തിൽ തഖ്വ ഉണ്ട് എന്നതിന്റെ ഒരു അടയാളമാണ് അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കൽ. അതിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇവിടെ ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ ചിഹ്നങ്ങൾ എന്നുള്ളത് ഒരുപക്ഷെ പള്ളികളും മദാരിസുകളും അല്ലാഹുവിന്റെ ചിഹ്നങ്ങളായിരിക്കാം. പക്ഷേ ഇന്നും നിലനിൽക്കുന്ന 5000 വർഷത്തോളമായിട്ട് ഈ ഉമ്മത്ത് ചെയ്യുന്ന അമലാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മദീനയിൽ നമ്മുടെ വീടുകളിൽ ഏറ്റവും മുന്തിയ ഇനം മാടുകളും ഒട്ടകങ്ങളും അന്ന് നമ്മൾ തയ്യാറാക്കി വെക്കുമായിരുന്നു. എന്നിട്ട് അതിനെ നമ്മൾ സ്നേഹിക്കുകയും ഈ ദിവസങ്ങൾ എത്തുമ്പോൾ, ദുൽഹിജ്ജയുടെയും ഹജ്ജിന്റെ മാസങ്ങൾ എത്തുമ്പോൾ അതിനെല്ലാ വീടിന്റെ മുറ്റത്തും കാണുമായിരുന്നു. ഏറ്റവും തടിച്ചു കൊഴുത്ത് ഏറ്റവും നല്ല സ്നേഹം കരസ്ഥമാകുന്ന ഒരു കുടുംബത്തിലെ ഒരു അംഗം എന്ന നിലയിൽ അതിനെ നമ്മൾ കാണുമായിരുന്നു. അതുകൊണ്ട് എവിടെയെങ്കിലും നമ്മൾ പൈസ കൊടുക്കുന്നത്, മാഷാ അല്ലാഹ്, അത് അല്ലാഹു സുബ്ഹാനഹു തആല സൗകര്യം ചെയ്താൽ അതും അതിന്റെ കൂട്ടത്തിൽ ചെയ്യട്ടെ. പക്ഷെ ഇതിന്റെ സുന്നത്തിന്റെ പൂർണ്ണ രൂപം ലഭിക്കുന്നത് ഈ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോഴാണ്.
അതിനെ സ്നേഹിച്ച് അതിനോടൊപ്പം ഇണങ്ങിച്ചേർന്ന്. അതുകൊണ്ട് സഹോദരന്മാരെ, ബലി ഉദ്ദേശിക്കുന്ന ആൾക്കാർ, നമ്മൾ പറഞ്ഞു പാവങ്ങൾക്ക് എത്തിച്ചേരണം. ബലിയുടെ കർമ്മത്തിൽപ്പെട്ട ഉദ്ദേശത്തിൽപ്പെട്ട ഏറ്റവും വലിയ ഉദ്ദേശമാണ് നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിലാണ് അറുക്കുന്നതെങ്കിൽ പോലും അതിൽ ഏറ്റവും അർഹർക്ക് എത്തിച്ചേരാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഇനി ബലി ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഒരു കുടുംബത്തിലെ ഒരാൾ ചെയ്താൽ മതിയാകും. ഒരു കുടുംബത്തിലെ, അത് ആണായിക്കൊള്ളട്ടെ പെണ്ണായിക്കൊള്ളട്ടെ, ഉദ്ദേശിക്കുന്ന ആ വ്യക്തിയാണ്. ഒരു കുടുംബത്തിൽ ഒരാൾ ഉദ്ദേശിക്കുകയാണ്, കുടുംബനാഥനായ അല്ലെങ്കിൽ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ വരവുള്ള അല്ലെങ്കിൽ ആ വീട്ടിലെ ഏറ്റവും മുതിർന്ന ഒരു വ്യക്തി ഉദ്ദേശിക്കുകയാണ്. എന്നാൽ ആ വ്യക്തിക്ക് ദുൽഹജ്ജ് 1 ശേഷം, ദുൽഹജ്ജ് 1 പിറന്നതിന് ശേഷം അയാൾക്ക് നഖം മുറിക്കൽ, മുടി കളയൽ, അതുപോലെയുള്ള കാര്യങ്ങൾ അയാൾക്ക് നല്ലതല്ല, അത് ഒഴിവാക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾ അതിനെ ഒഴിവാക്കിക്കൊള്ളട്ടെ. അതായത് നഖം അയാൾ മുറിക്കുന്നത് ഉപേക്ഷിച്ചു കൊള്ളട്ടെ, മുടി കളയുന്നത് ഉപേക്ഷിച്ചു കൊള്ളട്ടെ. ഒരു ചില ആൾക്കാർ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. ഒരു ചില ആൾക്കാർ പറയുന്നു ഇത് മക്രൂഹിന്റെ ഗണത്തിൽപ്പെട്ടതാണ്. ഒരു ചില ആൾക്കാർ പറയുന്നു മനഃപൂർവ്വമാണെങ്കിൽ തൗബ ചെയ്യണം. മനഃപൂർവ്വമാണ് മുടി കളഞ്ഞത് അല്ലെങ്കിൽ മനഃപൂർവ്വം ഒരാൾ നഖം വെട്ടി എന്നാൽ തൗബ ചെയ്യണം. എന്നാൽ രോഗം പോലത്തെ അല്ലെങ്കിൽ മറവി പോലത്തെ എന്തെങ്കിലും കാരണം കൊണ്ട് ചെയ്താൽ അയാൾക്ക് അത് ബാധകമാകുന്നതല്ല. രോഗം പോലത്തെ കാരണങ്ങൾ നഖം മുടി മുറിക്കേണ്ടതുണ്ട്, ആഴ്ചയിൽ ഒരിക്കൽ മുടി മുറിക്കേണ്ട രോഗം, അങ്ങനെയുള്ള എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അത് അയാൾക്ക് അല്ലെങ്കിൽ അത് അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞു നിർത്തിപ്പെട്ടും അയാൾ ഒഴിവാകുന്നതാണ്. എന്നാൽ വേറെ വിഷയം വരുന്നത്, ഇങ്ങനെ ഒരാൾ ചെയ്തു, ഒരാൾ മനഃപൂർവ്വം മുടി മുറിച്ചു അല്ലെങ്കിൽ നഖം മുറിച്ചു, അയാളുടെ ഉൽഹിയ്യത്തിന് അത് ബാധിക്കുന്നതല്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അയാൾ പശ്ചാത്തപിക്കേണ്ടതാണ്, അല്ലാഹുവിനോട് അയാൾ പാപമോചനം തേടേണ്ടതാണ്. ഉൽഹിയ്യത്തിന് അത് ബാധിക്കുന്നതല്ല. കാരണം ഉൽഹിയ്യത്ത് മുസ്തഖില്ലായ ഒരു ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ശ്രേഷ്ഠമായി കണ്ടിരുന്നത് വെള്ളയും കറുപ്പും കലർന്ന ഏറ്റവും അഫ്ളയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തതിനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. വെള്ളയും കറുപ്പും കലർന്ന ഒരു കളറായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൽഹിയ്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ചോദ്യം വരുന്നുണ്ട്, 3 വിഭാഗമാണുള്ളത്. ആടുണ്ട്, ഒട്ടകമുണ്ട്, പശുവുണ്ട്. ഏതിനാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത? അതിന്റെ വിഷയത്തിൽ വരുന്നത്, ആട് എന്ന് പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 1 വയസ്സായിരിക്കണം. ആട് ഗണത്തിൽപ്പെട്ടത് 1 വയസ്സായിരിക്കണം. കോലാടാണെങ്കിൽ 1 വയസ്സ് തികഞ്ഞിരിക്കണം. എന്നാൽ ചെമ്മരിയാടിന്റെ വിഷയത്തിൽ അതിന് 6 മാസം തികഞ്ഞതും മതിയാകുമെന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ കച്ചവടക്കാർ അവരുടെ പല കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തേക്കാൻ നമ്മൾ അവരെ സംശയിക്കുന്നതല്ല. നേരെ മറിച്ച് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഏറ്റവും അറിവുള്ള ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിക്കണം. ആ ആൾക്ക് അത് കാണുമ്പോൾ അറിയാം ഇതിന്1 വയസ്സായി, ഇല്ലെങ്കിൽ ഇതിന് 1.5 വയസ്സായി, അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് വാങ്ങിക്കണം. അപ്പോൾ ആടാകുമ്പോൾ 1 വയസ്സ് പൂർത്തിയാകണം. ചെമ്മരി ആടാണെങ്കിൽ 6 മാസം പൂർത്തിയായതും ഒരു പക്ഷേ ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. ശേഷം വരുന്നത് പശുവാണ്. പശുവിന്റെ കാര്യത്തിൽ പശുവിന് 2 വയസ്സ് പൂർത്തിയായിരിക്കണം. പശുവിന് 2 വയസ്സ് പൂർത്തിയാക്കണം. അതായത് മാടീനത്തിൽപ്പെട്ട പശു, കാള, പിന്നെ അതുപോലത്തെ പോത്ത്, ഇങ്ങനെയുള്ള വിഭാഗം 2 വയസ്സ് പൂർത്തിയായിരിക്കണം. മൂന്നാമതായി പറഞ്ഞു ഒട്ടകത്തിന് 5 വയസ്സ് പൂർത്തിയായിരിക്കണം. ഒട്ടകത്തിന് 5 വയസ്സ് പൂർത്തിയായതായിരിക്കണം. എന്നാൽ ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? ഇതിലേറ്റവും ശ്രേഷ്ഠമായത് ഒരു ചില ആൾക്കാർ പറഞ്ഞു ഇതിലേറ്റവും ശ്രേഷ്ഠമായത് ഒട്ടകമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുമുഅക്ക് ഹാജരാകുന്നവരെ കുറിച്ച് പറഞ്ഞു. അതിൽ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യം വരുന്ന ആൾക്കാർക്ക് ഒട്ടകം അറുത്ത് അത് സദഖ ചെയ്തതിന്റെ പ്രതിഫലമാണ്. ഒട്ടകം അറുത്ത് ഒട്ടകം ഖുർബാന ചെയ്ത് അത് സദഖ ചെയ്തതിന്റെ പ്രതിഫലമാണ് ആദ്യം വരുന്ന ആൾക്ക് ലഭിക്കുന്നത്. ശേഷം പറഞ്ഞു പിന്നീട് പശുവാണ്, പിന്നീടാണ് മൂന്നാമതായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ പറഞ്ഞത്. അപ്പോൾ ഈ നിലയിൽ ഒരു ചില ആൾക്കാർ പറഞ്ഞു, ഈ നിലക്ക് നോക്കുമ്പോൾ ആദ്യം ഏറ്റവും കൂടുതൽ മുൻഗണന നമുക്ക് നൽകേണ്ടത്, നമുക്ക് ദുനിയാവിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലതയും അതിനുള്ള സൗകര്യവും ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം കൊടുക്കേണ്ടത് ഒട്ടകമാണ്. എന്നാൽ ഒരു ചില മുഹദ്ദിസീങ്ങൾ പറഞ്ഞു അല്ല, അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുമുഅയുടെ ഫളായിലിന്റെ വിഷയത്തിലാണ് അത് പറഞ്ഞതെങ്കിലും ഉദ്ഹിയ്യത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ മുഴുവനും കൊടുത്തിട്ടുള്ളത് ആടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഹിയ്യത്ത് അറിയിട്ടത് എന്താണ്? ആടാണ്. അതുകൊണ്ട് ആട് കൊടുക്കലാണ് ശ്രേഷ്ഠതയായിട്ടുള്ളത്. ആടാണ് ശ്രേഷ്ഠതയായിട്ടുള്ളത്. ഒരു ചില മുഹദ്ദിസീങ്ങൾ പറഞ്ഞു ഈ ഗണത്തിൽ ആടായിരിക്കും ഉദ്ഹിയ്യത്തിന് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠം. വല്ലാഹു അലം. എന്ത് കൊടുത്താലും അതിൻ്റെതായ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. എന്നാൽ
ഒരു ആടിൽ ഒരാൾക്ക് മാത്രമാണ് പങ്കുചേരാൻ പറ്റും. ഒരു ആട് എന്നുള്ളത് ഒരാൾക്ക് വേണ്ടിയാണ്. ഒരു പശു അല്ലെങ്കിൽ മാടിനത്തിൽപ്പെട്ടത് 1 മുതൽ 7 വരെയുള്ള ആൾക്കാർക്ക് അതിൽ പങ്കുചേരാം. 1 മുതൽ 7 വരെയുള്ള ആൾക്കാർക്ക് അതിൽ പങ്കുചേരാം. ഒട്ടകത്തിന്റെ ഗണത്തിൽപ്പെട്ടത് അത് പിന്നീട് 10 വരെ ആകാമെന്നൊരു ചിലർ പറയുന്നുണ്ട്. പക്ഷെ 7 ആയിരിക്കും ഏറ്റവും ഉത്തമം. ഏറ്റവും ജുംഹൂറിന്റെ അടുക്കൽ ഏറ്റവും സ്ഥാപിതായ കാര്യം ഒട്ടകത്തിനും 7 എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. 1 അല്ലെങ്കിൽ 7, അങ്ങനെയല്ല. 1, 2, 3 അതിനിടയിലുള്ള എത്ര ആൾക്കാർക്ക് വേണമെങ്കിൽ അത് പങ്കുചേരാം. പക്ഷെ അള്ളാഹു വിശാലത നൽകിയിട്ടുള്ളവർ ഒറ്റക്ക് തന്നെ അറുത്ത് അതിന്റെ മാംസം സദഖ ചെയ്യലും കൈവശം വെക്കലും അതിന്റെ മാംസം എപ്രകാരമാണോ ഹദീസുകളിലൂടെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് ആ രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അമലിനെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله كافة للناس بشيرا ونذيرا. اللهم صل على محمد وعلى آل محمد. يا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. يقول الله تعالى في محكم تنزيله: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുവാൻ ഞാൻ ആദ്യമായി എന്നോടും എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന മുഅ്മിനുകളും മുഅ്മിനത്തുകളുമായ സഹോദരി സഹോദരന്മാരോട് വസിയത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, വലിയ അമലുകളുടെ ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നുള്ളത്. ആ ദിവസം ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തി അള്ളാഹുവുമായി അടുക്കുവാൻ നമ്മളതിനെ വിനിയോഗിക്കേണ്ടതാണ്. ഒരു വ്യക്തിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾക്ക് അറിവിനുള്ള വിശാലത അള്ളാഹു നൽകുകയും ശേഷം അയാൾ അറക്കുകയും ചെയ്തില്ലെങ്കിൽ അയാൾ നമ്മുടെ മുസല്ലകളിൽ വരാതിരുന്നു കൊള്ളട്ടെ, അതിലെനിക്കൊരു പരിഭവവുമില്ല. അതുകൊണ്ട് അറിവ് എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ്. അതിന്റെ കൂലി കരസ്ഥമാക്കണം. സഹോദരന്മാരെ, മറ്റേതെങ്കിലും സമയത്ത് നമുക്ക് അറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഒരുപക്ഷെ ഈ കൂലി നമുക്ക് ഒരുപക്ഷെ ഇതിന്റെ 10-1 പോയിട്ട് 100-1 പോലും കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കുന്നതല്ല. അത്രയും ശ്രേഷ്ഠതമായ ദിവസങ്ങളാണ്. ഒരു വ്യക്തി അയാൾക്ക് നേർച്ചയാക്കിയ അറിവുണ്ട്. അയാൾ ഈദുൽ അദ്ഹയുടെ അറിവിനോടൊപ്പം അതിനെ കരുതുകയാണെങ്കിൽ അത് അയാൾക്ക് ലഭിക്കുന്നതല്ല. കാരണം ഉദ്ഹിയ്യത്തിന്റെ അറിവ് എന്നുള്ളത് അത് പ്രത്യേകം മുസ്തഖില്ലായ ഒരു ഇബാദത്താണ്. അതേപോലെ തന്നെ ഒരാൾ കുട്ടികൾക്ക് വേണ്ടി അറുക്കുകയാണ്, അങ്ങനെയുള്ള വ്യക്തിക്കും ആ അറിവും അത് മുസ്തഖില്ലായ അറിവാണ്. ഇത് മുസ്തഖില്ലായ സ്വതന്ത്രമായ ഒരു ഇബാദത്താണ് ഉദ്ഹിയ്യത്തിന്റെ ഇബാദത്ത് എന്നുള്ളത്. അതുകൊണ്ട് ഇത് പ്രത്യേകം ചെയ്യേണ്ട അമലാണ്. അത് വേറെതെങ്കിലും സന്ദർഭത്തിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അറുക്കുമ്പോൾ പറയേണ്ടത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹുമ്മ ഹാദാ മിൻക വലക ഹാദാ അന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വന്ന കാര്യമാണ്. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്നുള്ളതെങ്കിലും ചുരുങ്ങിയത് പറയണം. അറുക്കുമ്പോൾ പറയണം. കാരണം അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് അറുക്കുന്നത്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ മിൻക, അല്ലാഹു ഇത് നിന്നുള്ളതാണ്, വലക ഇത് നിനക്ക് വേണ്ടിയുള്ളതാണ്, വഹാദാ അന്നി ഇത് എന്നിൽ നിന്ന് സ്വീകരിക്കണമേ. വേറെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ തഖബ്ബൽ മിൻ മുഹമ്മദ്, മുഹമ്മദ് എന്ന ഈ വ്യക്തിയിൽ നിന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ നീ സ്വീകരിക്കണം. വആലി മുഹമ്മദ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ നിന്ന് നീ സ്വീകരിക്കണം. വേറെ റിവായത്തിൽ പറയുന്നു, വമിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്നും നീ ഇത് സ്വീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറുക്കുമ്പോൾ പറഞ്ഞ വാചകങ്ങളാണിത്. ഈ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ചില ആൾക്കാർ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട ഒന്നിനും ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അറക്കാൻ പറ്റാത്ത, ഉദ്ഹിയ്യത്തിന്റെ അറിവ് അറക്കാൻ പറ്റാത്ത എല്ലാ വ്യക്തികൾക്ക് വേണ്ടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നേ ദിവസം അറുത്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ വിഷമിക്കേണ്ട ആവശ്യമില്ല.
കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനം പറഞ്ഞു, ഹാദാ മിൻ മുഹമ്മദ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സ്വീകരിക്കണം, വആലി മുഹമ്മദ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ നിന്നും സ്വീകരിക്കണം, വമിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട പാവങ്ങളായ അറുക്കാൻ പറ്റാത്ത ആൾക്കാരിൽ നിന്ന് ഇത് സ്വീകരിക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് പറയേണ്ടത്? ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയണം. കൂട്ടത്തിൽ പറയണം ഹാദാ മിൻക, അല്ലാഹു ഇത് നിന്നുള്ളതാണ്, വലക ഇത് നിനക്ക് വേണ്ടിയുള്ളതാണ്, വഹാദാ അന്നി ഇത് നീ അന്നിൽ നിന്ന് സ്വീകരിക്കണേ എന്ന് ഇത്രയും കൂടി പറയണം. ഏറ്റവും ചുരുങ്ങിയത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയണം. എന്നാൽ ഈ കാര്യത്തിൽ ഒരാൾക്ക് വേണ്ടി വേറൊരാൾ ും അവർ അറവ് ചെയ്യണം, അവർ ഉൽഹിയ്യത്ത് അറുത്തു കൊടുക്കണം. നേരെ മറിച്ച് അള്ളാഹു വിശാൽ ചെയ്യാത്തവരാണെങ്കിൽ, അതിനുള്ള സൗകര്യമില്ലെങ്കിൽ അവരുടെ മേൽ ബാധ്യതയാകുന്നതല്ല. കടം മേങ്ങി ഉൽഹിയ്യത്ത് ചെയ്യാമോ? കടം മേങ്ങി ഉൽഹിയ്യത്ത് ചെയ്യുന്ന വിഷയത്തിൽ കടം വീടപ്പെടും എന്ന് ഉറപ്പുള്ള ആൾക്കാർക്ക് മാത്രമാണ് കടം വാങ്ങി ഉൽഹിയ്യത്ത് ചെയ്യാൻ അനുവാദമുള്ളത്. അല്ലാത്ത ആൾക്ക് ഉൽഹിയ്യത്ത് ചെയ്യാതിരിക്കലാണ് ഏറ്റവും ഉചിതമായത്. കടം വീടുമെന്ന് ഒരാൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉൽഹിയ്യത്ത് ചെയ്യാം. ശേഷം ഇതിന്റെ ഇറച്ചി എവിടെയാണ് ചെലവഴിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുലു വതസദ്ദഖു വദ്ഖിറു, നിങ്ങൾ ഇതിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കുലു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അടിസ്ഥാനത്തിൽ ആദ്യം ഏറ്റവും ശ്രേഷ്ഠമായ സ്വന്തം കഴിക്കലാണ്. സ്വന്തം കഴിക്കണം. 3 രീതിയിൽ ഇതിനെ വിനിയോഗിക്കാം. ആദ്യമായി ഭക്ഷണം കഴിക്കാം. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വതസദ്ദഖു, ഇതിനെ പാവപ്പെട്ട ആൾക്കാർക്ക് വിതരണം ചെയ്യണം. പാവപ്പെട്ട ആൾക്കാർക്ക് തീർച്ചയായും ഇതിൽ നിന്നും ഒരു വിഹിതം അവർക്ക് എത്തണം. വദ്ഖിറു, നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാം. 3 കാര്യങ്ങൾ ഇതിലൂടെ ചെയ്യാവുന്നതാണ്. സ്വന്തമായി ഭക്ഷണം കഴിക്കണം, മറ്റുള്ളവർക്ക്, പാവപ്പെട്ട ആൾക്കാർക്കും മറ്റുള്ളവർക്കും വിതരണം ചെയ്യണം. പിന്നെ ശേഷം പറഞ്ഞു അതിനെ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാം. അതുകൊണ്ട് 3 വിഭാഗങ്ങളിലേക്കും ഇതെത്തണം. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത സംശയം എന്നുള്ളത്, അമുസ്ലിമീങ്ങളായ ആൾക്കാർക്ക് ഇത് വിതരണം ചെയ്യാൻ പറ്റും. അമുസ്ലിമീങ്ങളായ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ മുസ്ലിമീങ്ങളല്ലാത്ത ുള്ള ആൾക്കാരോട് നമുക്ക് വിതരണം ചെയ്യാം. അല്ലാത്ത, അല്ലെങ്കിൽ ഇന്ന ഇറച്ചി ഭക്ഷിക്കാൻ പാടില്ല, ഇന്ന് നമ്മുടെ മതത്തിനെതിരാണ് എന്ന് പറയുന്ന ആൾക്കാർക്ക് വിതരണം ചെയ്യാൻ പാടുള്ളതല്ല. അതിനെ ബഹുമാനിക്കുമെന്ന് 100% ഉറപ്പുള്ള ആൾക്കാർക്ക് ബഹുമാനിക്കുക എന്ന് വെച്ചാൽ ഭക്ഷണത്തിനോടുള്ള ബഹുമാനം ഏറ്റവും നന്നായി അതിനെ പാചകം ചെയ്ത് ഭക്ഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് വിതരണം ചെയ്യാം. എന്നാൽ നമുക്ക് അതിൽ നിന്ന് യാതൊരു വസ്തുവും വിൽക്കൽ അനുവാദനമുള്ള കാര്യമല്ല. അറുക്കുന്ന വ്യക്തിക്ക് ഉൽഹിയ്യത്തിൽ നിന്നും അതിന്റെ ഒരു വസ്തുവും വിൽക്കൽ അനുവാദമുള്ള കാര്യമല്ല. ഒരു വസ്തുവും വിൽക്കൽ അനുവാദമുള്ള കാര്യമില്ല. എന്നാൽ ഒരു വ്യക്തിയുണ്ട്, ഫക്കീറായ ഒരു വ്യക്തിയാണ്, പാവപ്പെട്ട ഒരു വ്യക്തിയാണ്, അയാൾക്ക് ഒരുപാട് ഉൽഹിയ്യത്തിന്റെ ഇറച്ചി കിട്ടി, അയാൾക്കാണെങ്കിൽ ഇത് ഭക്ഷണം കഴിക്കാൻ വലിയ താല്പര്യവുമില്ല, ആ വ്യക്തിക്ക് വിൽക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഫിത്റിന്റെ അരി, ഫിത്റിന്റെ സക്കാത്ത് ഒരു വ്യക്തിക്ക് ഒരുപാട് കിട്ടി, അയാൾക്ക് അതുകൊണ്ട് വലിയ ഉപയോഗമില്ല, അപ്പോൾ ആ വ്യക്തിക്ക് അത് വിൽക്കാവുന്നതാണ്. എന്നാൽ നേരെ മറിച്ച് അറുത്ത വ്യക്തിക്ക് അത് വിൽക്കൽ ഉചിതമല്ല, അത് വിൽക്കാൻ അനുവാദമില്ല. 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഉൽഹിയ്യത്തിന് വേണ്ടി. ആദ്യമായി സൂചിപ്പിക്കാൻ എന്നാണ് മറന്നുപോയത് കൊണ്ട് അവസാനമായി സൂചിപ്പിക്കുകയാണ്. 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഉൽഹിയ്യത്തിന് വേണ്ടി നമ്മൾ ആ ബലിമൃഗത്തെ തയ്യാറെടുക്കുമ്പോൾ 4 കാര്യങ്ങൾ സൂക്ഷിക്കണം. ഒന്നാമത്, അതിന് അന്ധത ഉണ്ടാകാൻ പാടില്ല. അന്ധതയുള്ള, കണ്ണ് കാണാത്ത മൃഗങ്ങളെ ഉൽഹിയ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. രണ്ടാമതായി, മുടന്തുള്ളതായ മൃഗത്തെ ഉൽഹിയ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. മുടന്ത എന്ന് വെച്ചാൽ സാധാരണ നടക്കുന്ന രീതിയിലുള്ള പശുക്കളോടൊപ്പം അല്ലെങ്കിൽ മാടുകളോടൊപ്പം അതിന് നടന്നെത്താൻ സാധിക്കുന്നതല്ല. ആ രീതിയിലുള്ള മുടന്തുള്ളതിനെ ഉപയോഗിക്കാൻ പാടില്ല. മൂന്നാമതായി, രോഗമുള്ള, കഠിനമായ രോഗം, അതായത് ചെറിയ രോഗമൊന്നും പ്രശ്നമല്ല, കഠിനമായ രോഗമുള്ളത് പാടില്ല. നാലാമതായി, തീരെ മെലിഞ്ഞതും ഈ രീതിയിലുള്ളതൊന്നും പാടില്ല. അപ്പോൾ ഒരു വസ്തു, ഒരു മൃഗം അത് കൊണ്ടുവരുമ്പോൾ ഒന്നും അത് ഈ കാര്യങ്ങൾ 4 കാര്യങ്ങൾ പറയുമ്പോൾ എന്തെങ്കിലും അവയവമില്ലാത്തത്, ഉദാഹരണത്തിന് ചെവി മുറഞ്ഞത് പ്രത്യേകമായി ഹദീസിൽ എടുത്തു പറഞ്ഞ കാര്യമാണ്, അങ്ങനെയുള്ളത് ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ കൊമ്പ് പോലെയുള്ളത് പൂർണ്ണമായി ഉപേക്ഷിക്കപ്പെടുന്ന ഭാഗത്ത് ചെറിയ ന്യൂനതകൾ ഉണ്ടെങ്കിൽ പ്രശ്നമല്ല എന്നും ഹദീസ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
കടയിൽ നിന്ന് വാങ്ങി ഏറ്റവും നല്ലത് നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങിയത്. ഏറ്റവും ബഹുമാനിച്ച് വരുന്ന വഴിക്ക് എന്തെങ്കിലും അതിന് വല്ല വീഴ്ചകളും പറ്റി അത് പ്രശ്നമില്ല എന്ന് മുഹദ്ദിസീങ്ങൾ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് സഹോദരന്മാർ അതിന് ഏറ്റവും ബഹുമാനം കൊടുത്ത് ഏറ്റവും നല്ല രീതിയിൽ അതിന് അവകാശപ്പെട്ടവർക്ക് അതിന്റെ ഇറച്ചി നമ്മൾ മാഷാ അല്ലാഹ് എത്തിച്ചു കൊടുക്കുന്ന രീതിയിൽ അതിനെ ഏറ്റവും ബഹുമാനിച്ച് അതിനെ അമൽ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തുമാറാകട്ടെ. ചെറിയ തിന്മകളും വൻപാപങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തുമാറാകട്ടെ. തിന്മയിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. തൗഹീദിനെ മനസ്സിലാക്കുവാനും അല്ലാഹുവിന്റെ ഉലൂഹിയത്തിനെയും റുബൂബിയത്തിനെയും അംഗീകരിച്ച് അല്ലാഹുവിന് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യുന്ന അമലു സാലിഹാത്ത് ചെയ്യുന്ന സാലിഹായ സച്ചരിതരായ ദാസന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ നന്മ ചെയ്ത് അല്ലാഹുവുമായിട്ട് അടുക്കുന്ന മുഖറബീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു ഹിസാബും ഒരു അദാബും ഇല്ലാതെ സ്വർഗ്ഗത്തിൽ എത്തിച്ചേർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിനെ ഭയന്നുള്ള ജീവിതം അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഏറ്റവും നല്ല സാലിഹായ സന്താനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർന്ന ദറജാത്തുകൾ ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന്റെ അഅ്ലാ ദറജയിൽ അല്ലാഹു നമ്മളെ എത്തിക്കുമാറാകട്ടെ. ഞങ്ങൾ രോഗമുള്ളവരുടെ രോഗം ربنا رب ارحمنا كما ربياني صغيرا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم يسر عسيرنا وسهل أمورنا وقل حوائجنا يا قاضي الحاجات. اللهم إنا نسألك الهدى والتقى والعفاف والغنى يا رب العالمين. اللهم ربنا رب ارحمهما كما ربياني صغيرا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم لا تشفي خلقنا بالنار.